അയോധ്യ രാമക്ഷേത്ര കൊള്ളയിൽ മിണ്ടാട്ടമില്ലാതെ നരേന്ദ്രമോദി. ശതകോടികളുടെ അഴിമതി നടന്ന് ആഴ്ചകൾ പിന്നിടുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. അതേസമയം അന്വേഷണ ചുമതലയുള്ള SITയുടെ തലവൻ വിജയ് വിശ്വന്ത് പന്ത് വഞ്ചനാക്കേസിൽ പ്രതിയാണെന്ന റിപ്പോർട്ട് പുറത്തുവന്നു. അയോധ്യ രാമക്ഷേത്ര കൊള്ളയുടെ വ്യാപ്തി തെളിയിക്കുന്ന വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തുവരുമ്പോഴും മൗനം തുടരുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശതകോടികളുടെ കൊള്ള നടന്ന് ആഴ്ചകൾ പിന്നിടുമ്പോഴും പ്രധാനമന്ത്രി ഇതുവരെ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിഷയത്തിൽ കാര്യമായ ഇടപെടലുകൾ നടത്താത്തതിലും വിമർശനം ഉയരുന്നുണ്ട്. അതേസമയം അയോധ്യ രാമക്ഷേത്ര കൊള്ള അന്വേഷിക്കാൻ UP സർക്കാർ രൂപീകരിച്ച SITയുടെ തലവൻ വിജയ് വിശ്വാസ് പന്ത് IAS വഞ്ചനാക്കേസിലെ പ്രതിയാണ്. 2013 മുതൽ 2015 വരെ ഊർജ്ജ വിതരണ വകുപ്പിൽ പ്രധാന ചുമതല വഹിച്ചപ്പോഴാണ് തട്ടിപ്പ് നടത്തിയത്. രേഖകൾ കെട്ടിച്ചമച്ച് പണം തട്ടിയെടുത്തെന്ന കരാറുകാരന്റെ പരാതിയിലാണ് കേസ്. വിജയ് വിശ്വാസ് പന്തടക്കം 19 ഉദ്യോഗസ്ഥർക്കെതിരായ കേസിന്റെ അന്വേഷണം ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. വഞ്ചനാ കേസിൽ പ്രതിയായ ഉദ്യോഗസ്ഥനെ അയോധ്യ ക്ഷേത്ര കൊള്ള അന്വേഷിക്കുന്നതിന് ചുമതലപ്പെടുത്തിയതിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. RSS നേതാക്കളെ സംരക്ഷിച്ച് ജീവനക്കാരെ മാത്രം പ്രതിയാക്കി കേസ് അവസാനിപ്പിക്കാൻ SIT നീങ്ങുന്നതിനിടെയാണ് ഉദ്യോഗസ്ഥന്റെ തട്ടിപ്പു ചരിത്രം പുറത്തായത്. അതേസമയം അയോധ്യ രാമക്ഷേത്ര ട്രസ്റ്റിൽ പുതിയ CEOയെ നിയമിക്കാനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് സമിതി പുറത്തിറക്കി. സാമ്പത്തിക മേഖലയിലോ ഭരണകാര്യങ്ങളിലോ 20 വർഷത്തെ മുൻപരിചയമുള്ള ആളെ നിയമിക്കുമെന്ന വ്യവസ്ഥയിലാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.